ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ അടുത്ത് വരികയാണ്. എല്ലാവരും പരീക്ഷയ്ക്കായിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് സിൻഡ്രല്ല എന്ന് പറയുന്നത്. അപ്പം ഈ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള മിക്ക ചോദ്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് ചോദിക്കുക. കാരണം 2015 മുതൽ ഈ ഒരു വർഷം വരെ വന്ന ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളുമുണ്ട്. നന്നായിട്ട് വീഡിയോ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഏതൊരു ചോദ്യത്തിനും സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആദ്യത്തെ ചോദ്യം തോട്ട്സ് ആണ്. അവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, അത് നന്നായിട്ട് വായിക്കുക. സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ടുക്ക് എവേ സിൻഡ്രല്ലാസ് പ്രിറ്റി ഡ്രസ്സസ് ആൻഡ് ഫോഴ്സ്ഡ് ഹർ ടു put on an old grey one. They also gave her wooden shoes to wear. They laughed at her and sent her to the kitchen. There she was made to do heavy work from morning to night. She was very unhappy and her mind was filled with the thoughts of her mother. Write the thoughts of Cinderella. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്റേഴ്സും വന്നതിന് ശേഷം സിൻഡ്രല്ലയുടെ ലൈഫിലുണ്ടായ മാറ്റങ്ങളാണ്. അവളുടെ നല്ല വസ്തുക്കൾ എടുത്തിട്ട് അവർ പഴയ വസ്തുക്കൾ കൊടുക്കുകയും അതുപോലെ തന്നെ രാപ്പകലില്ലാതെ അവൾക്ക് ഭാരമുള്ള ജോലികളും ചെയ്യേണ്ടതായിട്ട് വന്നു. ആ ഒരു സമയത്ത് അവൾ അവളുടെ അമ്മയെക്കുറിച്ച് ഓർക്കുകയാണ്. അമ്മയെക്കുറിച്ചുള്ള ചിന്തകളും കാര്യങ്ങളും അവളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു സമയത്ത് അവളുടെ ചിന്തകൾ എന്തൊക്കെയായിരിക്കാം എന്നാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ എഴുതേണ്ടത്. ഇവിടെ നിങ്ങൾക്കൊരു മോഡൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് തോട്ട്സ് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളോട് തന്നെയാണ് സംസാരിക്കുന്നത്, നമ്മുടെ ചിന്തകളാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള എക്സ്പ്രഷൻസ് നമ്മൾ കൊടുത്തിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അടുത്ത ചോദ്യം. When the clock struck 12, Cinderella left the ball. She went back home. She was sad and worried. Write Cinderella's thoughts. ഇവിടെയും നമ്മൾ സിൻഡ്രല്ലയുടെ തോട്ട്സ് തന്നെയാണ് എഴുതേണ്ടത്. സിറ്റുവേഷൻ മാറുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 12 മണി കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ദിവസം സിൻഡ്രല്ല തിരിച്ച് വീട്ടിലെത്തി. ആ വീട്ടിലെത്തിയ സമയത്ത് അവളുടെ മനസ്സിലേക്ക് വന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കാം? പ്രത്യേകിച്ച് ആ ഒരു ബോളും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് അവൾ വന്നതാണ്. അപ്പോൾ ആ പ്രിൻസും അതേപോലെ തന്നെ അവിടെ സംഭവിച്ച കാര്യങ്ങളും എല്ലാം അവൾ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ എഴുതേണ്ടത്. Next question. The stepmother and stepsisters didn't take Cinderella's to Prince's ball. She felt very sad. Tears rolled down her cheeks. She thought of her own mother. If my mother had been alive, she would have sent me to the ball. Suddenly she heard a voice. You will certainly go to the ball. I am your fairy godmother. Cinderella turned around. She saw a fairy standing in front of her. Write the possible conversation between Cinderella and fairy godmother. ഇവിടെ നമുക്ക് എഴുതേണ്ടത് സംഭാഷണമാണ്. രണ്ടുപേര് തമ്മിലുള്ളത് ആരൊക്കെയാണ്? സിൻഡ്രല്ലയും ഫെയറി ഗോഡ്മദറും തമ്മിൽ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു സന്ദർഭത്തിലെ സംഭാഷണങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു കഥയിൽ നമ്മൾ എന്തൊക്കെയാണ് അവർ തമ്മിൽ നടന്നത് എന്നുള്ള കാര്യം, അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് കോൺവെർസേഷന് പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനെ നന്നായിട്ട് ചാപ്റ്റർ വായിച്ച് അവിടെയുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. Next question. Imagine you are Cinderella and write a diary entry about your experiences and emotions after leaving the Prince ball. അപ്പോൾ നമ്മളോട് സങ്കല്പിക്കാനാണ് പറയുന്നത്. നമ്മൾ സിൻഡ്രല്ലയാണ്. അപ്പോൾ ആ ഒരു ദിവസം കഴിഞ്ഞു, ഫംഗ്ഷൻ കഴിഞ്ഞു, ഫസ്റ്റ് ഡേ ഫംഗ്ഷൻ കഴിഞ്ഞു, അവൾ തിരിച്ച് വീട്ടിലെത്തി. അന്നേ ദിവസത്തെ അവളുടെ ഡയറി എൻട്രിയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടാവാം, സ്റ്റോറിയിൽ പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതാം. അവളുടെ മനസ്സിലേക്ക് വന്ന മറ്റു ചിന്തകളെക്കുറിച്ച് നമുക്ക് അവിടെ എഴുതാം. അപ്പോൾ നിങ്ങളായി തന്നെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം വെച്ചുകൊണ്ട് വേണം ആ ഡയറി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ഡിസ്ക്രൈബ് ദ ക്യാരക്ടർ ഓഫ് സിൻഡ്രല്ല. അവിടെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് നമുക്ക് വേണ്ടത് സിൻഡ്രല്ലയുടെ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതണമെന്നുണ്ടെങ്കിൽ ആദ്യം സിൻഡ്രല്ലയെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു പാഠഭാഗത്തിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് അതുതന്നെയാണ്. അവളുടെ കൈൻഡ്നെസ്, അതുപോലെ തന്നെ അതിജീവനം, ഇതെല്ലാമാണ് ഈ ഒരു പാഠത്തിലെ തീമായിട്ട് വരുന്നത്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് എഴുതാം.
അടുത്ത ചോദ്യം അറേഞ്ച് ദ ഇവൻറ്റ്സ് ആണ്. നമ്മുടെ പാഠഭാഗത്തിലെ വിവിധ സന്ദർഭങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഓർഡർ തെറ്റിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. അത് നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ മാറ്റി എഴുതണം. അതാണ് ചോദ്യം. അപ്പോൾ ഇത് നമ്മുടെ പാഠഭാഗത്തിലെ പല സിറ്റുവേഷനും നമുക്ക് വരാം. ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തതേ ഉള്ളൂ. ഇതിൽ നമ്മുടെ പാഠഭാഗത്തിലെ ഏത് സന്ദർഭങ്ങളും തെറ്റിച്ച് ചോദിക്കാം. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ വേറെ ഏതെങ്കിലും ചാപ്റ്ററിനും ഇതേപോലെ അറേഞ്ച് ദ ഇവൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്ന് കരുതിയിരിക്കുക കേട്ടോ ഈ ഒരു ചോദ്യം. ഇതിപ്പോൾ നമ്മൾ സിൻഡ്രല്ലയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സിൻഡ്രല്ലയുടെ ഒരു ഇവൻറ്റ് എടുത്തിട്ട് ഇവിടെ കൊടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് സ്റ്റോറി മനസ്സിലാക്കി വയ്ക്കാം.